മാനെന്നും വിളിക്കില്ല, മാനെന്നും വിളിക്കില്ല, മയിലെന്നും വിളിക്കില്ല മാടത്ത്. പട്ടുപ്പായകാര നിന്നോടു ഞാനൊരു കിന്നാരം ചോദിക്കാം, ഒരു കിന്നാരം ചോദിക്കാം. ഗന്ധർവരാജകുമാര, ഗന്ധർവരാജകുമാര. അകലെ അകലെ നീലാകാശം അലതല്ലും മേഘതീർത്ഥം. ഏതോ കിനാവിലെ ആലിംഗനത്തിലെ ഏകാന്തരോ മഞ്ചമണിഞ്ഞവളെ. അക്കരെ 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 കൽപ്പനയാകും യമുനാ നദിയുടെ അക്കരെ അക്കരെ അക്കരെ. എന്റെ വീണ കമ്പിയെല്ലാം വിലക്കെടുത്തു. മലയാള സിനിമയുടെ എക്കാലത്തെയും അന്ന് തൊട്ട് ഇന്ന് വരെ നമ്മൾ നടന്മാരുടെ ഒരു ചരിത്രം പരിശോധിക്കുകയാണെങ്കിൽ മാസ്റ്റർ എന്ന് വിശേഷിപ്പിക്കുന്ന അഭിനയകലയുടെ മാസ്റ്റർ എന്ന് വിശേഷിപ്പിക്കുന്ന ഒരൊറ്റ നടനേ ഉള്ളൂ, സത്യം മാസ്റ്റർ തന്നെ. ഞാനില്ലാത്ത പാവ ഇവിടെ വരാറുണ്ടാടി. ഈ കൊച്ചു അവൻ്റെതാണോ? അകലെ അകലെ നീലാകാശം അലതല്ലും മേഘതീർത്ഥം. അവൾക്ക് അച്ഛനെ കാണണമെന്ന് പറഞ്ഞു. മരിക്കാൻ നേരത്തും അവൾ അച്ഛനെ വിളിച്ചു. എന്റെ വീണ കമ്പിയെല്ലാം വിലക്കെടുത്തു. ഞാൻ കാണുന്നുണ്ടാ, കുറച്ചു കാലമായി എന്റെ കണ്ണുകൾക്ക് കാഴ്ച കിട്ടിയത്. ആരും കാണാത്തോരന്തപുരത്തിലെ ആരാധനാമുറി തുറക്കും ഞാൻ. ആ, നീ ഒരു കാര്യം അറിഞ്ഞ? എന്താ? നിന്റെ അച്ഛൻ പെണ്ണ് കെട്ടിയെന്ന്. ആ കടപ്പുറത്തൊക്കെ പറയണത് കേട്ടു. അതിനെ ആര് എതിരഭിപ്രായം പറഞ്ഞാലും ശരി തന്നെ സത്യസന്ധമായ ഒരു കാര്യമാണ്. മലയാള ചലച്ചിത്രവേദി തന്നെ ഒരു മാസ്റ്റർ പദവി കൊടുത്ത ഒരേ ഒരു നടനാണ് സത്യം മാസ്റ്റർ എന്ന് പറയുന്നത്. അദ്ദേഹം തിരുവനന്തപുരത്ത് തൃക്കണ്ണാപുരത്തുള്ള ആറാമട എന്ന സ്ഥലത്താണ് ജനിച്ചു വളർന്നത്. അദ്ദേഹം വളരെ അച്ഛനിൽ നിന്ന് കളരി അഭ്യാസങ്ങളൊക്കെ പഠിച്ച നല്ല മെയ്വഴക്കം സിദ്ധിച്ച ഒരാളായിരുന്നു. സത്യനേശൻ എന്നായിരുന്നു പേര്. അദ്ദേഹം കഥകളൊക്കെ എല്ലാവർക്കും അറിയാം. അദ്ദേഹം പിന്നെ സെൻറ് ജോസഫ് സ്കൂളിൽ അധ്യാപകനായിരുന്നു. അവരുമായിട്ട് പൊരുത്തപ്പെടാതെ വന്നപ്പോൾ അദ്ദേഹം രണ്ടാം ലോക മഹായുദ്ധത്തിൽ പട്ടാളത്തിൽ പോയി. പട്ടാളത്തിൽ ഇതെല്ലാം കഴിഞ്ഞിട്ട് വീണ്ടും തിരിച്ചു വരികയും തിരിച്ചു വന്നിട്ട് പിന്നെ സെക്രട്ടേറിയറ്റിൽ ക്ലർക്കായിട്ട് പുരാരേഖകളൊക്കെ നമ്മുടെ എഴുത്തോലകൾ, താളികൾ, വട്ടം എഴുത്തിയൊക്കെ മലയാളത്തിലേക്ക് മാറ്റുന്ന ഒരു ജോലിയിൽ ഏർപ്പെട്ടിരുന്നു. അതിനുശേഷം അവിടെയും അദ്ദേഹത്തിന് തുടരാൻ പറ്റാതെ വന്നിട്ട് ശമ്പളം പോലും മേടിക്കാതെ അദ്ദേഹം തിരുവിതാംകൂർ പോലീസിൽ ചേരുകയാണ് ഉണ്ടായത്. അങ്ങനെ പുന്നപ്പുറ വല്ലാറ് കാലത്ത് പിന്നെ ഗവൺമെന്റിന് വേണ്ടി വർക്ക് ചെയ്യുന്ന ഒരുപാട് പരാതികളും ഒക്കെ ഏറ്റുവായെങ്കിൽ അദ്ദേഹം ചെയ്യുന്ന ജോലി അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്, എന്ത് ജോലി ചെയ്താണെങ്കിലും സത്യസന്ധമായിരിക്കണം. ഒരു ഡയറക്ടർ അഭിനേതാവാണെങ്കിൽ ഡയറക്ടർ പറയുന്ന എല്ലാ ജോലിയും ചെയ്തിരിക്കണം. അവിടെ പ്രായമെന്നോ വേറെ നെഗറ്റീവ് ആണെന്നോ പോസിറ്റീവ് ആണെന്നോ നോക്കാറില്ല. ഒരു ജോലി മോഷണമാണെങ്കിലോ എന്താണെങ്കിലും അത് ആത്മാർത്ഥമായി ചെയ്യണം എന്നുള്ളൊരു നിഷ്ഠക്കാരനാണ് അത് പറയുകയും ചെയ്യുകയാണ് ഓരോ കഥാപാത്രങ്ങളോടും. അങ്ങനെ അഭിനയത്തെ വളരെയേറെ നിഷ്കർഷ പുലർത്തിയിട്ടുള്ള അന്ന് വരെയുള്ള നിലവിലെ സാമ്പ്രദായിക, അന്ന് തമിഴ്, തെലുങ്ക്, ഹിന്ദി, കന്നഡത്തിന് അമിതമായ തീവ്രമായ അഭിനയശൈലിയായിരുന്നു. കണ്ണുരുട്ടുകയും അങ്ങനെയൊക്കെ ചെയ്യുന്ന ആ കാലഘട്ടത്തിൽ ഇദ്ദേഹം സ്വാഭാവികമായ ഒരു അഭിനയത്തിൻ്റെ ശൈലി തുറന്നു കൊണ്ടുവന്നു. കാരണം അദ്ദേഹത്തിന് അങ്ങനെ ശൈലി കൊണ്ടുവരും. അദ്ദേഹം നാടകങ്ങളിലൊക്കെ അഭിനയിച്ചിരുന്നു. എന്നിരുന്നാലും മലയാള സിനിമയ്ക്ക് വേണ്ട ഒരു സ്വാഭാവികമായ അനായാസമായിട്ടുള്ള കഥാപാത്രമായി മാറി മലയാളികളുടെ മനസ്സിൽ കുടിയേറിയ ഒരു പ്രത്യേക രീതി അദ്ദേഹത്തിന് ഉണ്ടാകുമായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് മലയാളികൾ അദ്ദേഹത്തിൻ്റെ ചിത്രങ്ങൾ ഇന്നും പുതുമയോടുകൂടി കാണുന്ന ക്ലാസിക്കുകളായി തന്നെ നിലനിൽക്കുന്നത്.
അത് അദ്ദേഹത്തിന്റെ ജീവിത അനുഭവങ്ങൾ കൂടെ, മിലിറ്ററിയിലെ ആണെങ്കിലും ആണെങ്കിലും അദ്ദേഹം ഒരുപാട് കഷ്ടതകളും ജീവിതത്തിൽ അനുഭവിച്ചിരുന്നു. അതൊക്കെ അദ്ദേഹത്തിന് ശക്തനായ ഒരു മനുഷ്യനായിട്ട് വാർത്തെടുക്കാൻ കഴിഞ്ഞു. അതായിരിക്കണം അദ്ദേഹത്തിന് ഏത് വേഷവും കൈകാര്യം അദ്ദേഹത്തെ പ്രാപ്തനാക്കി. ജീവിത അനുഭവങ്ങൾ തന്നെയാണ് അദ്ദേഹത്തിലെ ഒരു നല്ല നടനെ വാർത്തെടുക്കാൻ കഴിഞ്ഞത്. അദ്ദേഹം നമ്മൾ നോക്കണം, അദ്ദേഹം ഈ പോലീസ് സേനയിൽ നല്ല ഇൻസ്പെക്ടറായിട്ട് ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നല്ല ശമ്പളം കിട്ടുന്ന ജോലിയാണ്. അത് കളഞ്ഞിട്ടാണ് അദ്ദേഹം സിനിമയിലേക്ക് വഴിതിരുന്നത്. സിനിമയിലേക്ക് അദ്ദേഹം അന്ന് ആ അമച്ചർ നാടകങ്ങളിലൊക്കെ അഭിനയിച്ചുകൊണ്ടിരിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ VJT ഹാളിൽ അന്ന് നാടകം അവതരിപ്പിക്കും. ആ നാടക കളരിയായിരുന്നു, നാടകോത്സവം നടക്കും. അങ്ങനെ അദ്ദേഹം ജഗൽ സിംഹൻ എന്നൊരു കഥാപാത്രത്തെ അവതരിപ്പിച്ചു രജപുത്ര രാജാവായിട്ട് അഭിനയിക്കണം. പക്ഷെ ഈ നാടകങ്ങളൊക്കെ തന്നെ കൊട്ടാരത്തിൽ അവതരിപ്പിക്കും അന്നേരം. പക്ഷെ കൊട്ടാരത്തിൽ അഭിനയിക്കുമ്പോൾ സത്യൻ ഒരു നാടാർ സമുദായത്തിൽപ്പെട്ട ആളായതുകൊണ്ട് മാത്രം അദ്ദേഹത്തിന് കൊട്ടാരത്തിൽ അഭിനയിക്കാൻ പറ്റില്ല. ആ വേഷം വേറെ ആളെ കൊണ്ട് അവതരിപ്പിക്കും. അത് അദ്ദേഹത്തിന് ഭയങ്കര വിഷമമായിരുന്നു. അന്നത്തെ ഒരു അവസ്ഥകളായിരുന്നു അത്. അതൊക്കെ കഴിഞ്ഞിട്ടാണ് അദ്ദേഹം സിനിമ അഭിനയിക്കണം. അന്ന് സിനിമ മാധ്യമം തുടങ്ങി വരുന്നതേ ഉള്ളൂ. അങ്ങനെ ത്യാഗസീമ എന്നൊരു സിനിമ KM മേനോൻ എന്നൊരാൾ എടുക്കാൻ തരും. ശ്രീകൃഷ്ണ സ്റ്റുഡിയോ കേരളത്തിൽ തുടങ്ങുകയും അങ്ങനെ അത് നിങ്ങൾക്ക് പറഞ്ഞാൽ മനസ്സിലാവും. നമ്മൾ രവികുമാർ എന്നാണ് അവാർഡ് രാവുകളിലൊക്കെ അഭിനയിച്ച പ്രണയ സരോവര തീരം എന്ന സിനിമ പാട്ട് പാടിയ രവികുമാറിന്റെ അച്ഛനാണ് മേനോൻ. അദ്ദേഹം ഒരു മലയാള സിനിമയ്ക്ക് തുടക്കമിട്ട് കേരള കൗമുദിയുടെ പത്രാധിപരൊക്കെ എന്നെ കൗമുദി ബാലകൃഷ്ണൻ ഒരാളാണ് കഥയും തിരക്കഥയും സംവിധാനവും. അദ്ദേഹമാണ് സത്യൻ എന്ന സൗഹൃദ സത്യനെ നായകനാക്കി. അന്ന് ചങ്ങനാശ്ശേരി SB കോളേജിൽ പഠിച്ച പ്രേം നസീർ, അബ്ദുൽ ഖാദർ എന്നാണ് അങ്ങേരെ പേര്. അപ്പൊ അന്ന് അവിടെ ഒരു നാടക മത്സരം നടത്തിയാൽ ഷൈലോക്ക് എന്നൊരു വില്ലൻ കഥാപാത്രത്തെ അവതരിപ്പിച്ച് ബെസ്റ്റ് ആക്ടർ അവാർഡ് കിട്ടി. അപ്പം മുൻഷി പരമേശ്വരൻ പിള്ള ഒരാളുണ്ട്, CI പരമേശ്വരൻ. അദ്ദേഹം അബ്ദുൽ ഖാദിന് കത്ത് കൊടുത്തിട്ട് ഇങ്ങനെ ബാലകൃഷ്ണനെ കാണാൻ പറയും. അങ്ങനെ സത്യനും നസീർ ഒരുമിച്ച് അഭിനയിച്ച സിനിമ ത്യാഗസീമ. അതില് നായികയായിട്ട് അഭിനയിക്കുന്ന ഭാരതി അവരാണ് രവികുമാറിന്റെ അമ്മ. KK മേനോൻ അതേ കല്യാണം കഴിക്കുക. അത് പിന്നീടുള്ള കഥ. പക്ഷെ നമുക്ക് ഈ കഥയിലേക്ക് വരാം, സത്യന്റെ കഥയിലേക്ക് വരാം. ത്യാഗസീമ പകുതിയായപ്പോൾ പൂർത്തിയായി. ആ സ്റ്റുഡിയോ കത്തിപ്പോവുകയും അതിന്റെ കുറെ ഭാഗം നഷ്ടപ്പെട്ടു. അതിന്റെ കുറച്ച് റഷസ് സുബ്രഹ്മണ്യ മുതലാളി, അദ്ദേഹം തിരുവനന്തപുരം മേയറായിരുന്നു, മോട്ടോർ രംഗത്തൊക്കെ ഇതായിരുന്നു, ബിസിനസ്സുകാരനായിരുന്നു. അദ്ദേഹം മെറിലാൻഡ് സ്റ്റുഡിയോ സ്ഥാപിച്ചു 52-ൽ. അങ്ങനെ അദ്ദേഹം ഒരു സിനിമ എടുക്കാനായിട്ട് വരികയുമ്പോൾ ആത്മസഖ്യ എന്ന പേരിട്ട് അദ്ദേഹം സംവിധാനം ചെയ്ത സിനിമയിൽ പത്രത്തിൽ പരസ്യം കൊടുത്തു. അപ്പൊ സത്യനും അപേക്ഷ അയച്ചു. പക്ഷെ ഇതിന്റെ റഷസിന്റെ എന്തോ ഒരു കുറച്ച് ഭാഗം ബാലകൃഷ്ണൻ കൊണ്ട് കാണിച്ചിട്ട് വരുന്നത് നോക്കാൻ പറഞ്ഞു. സുബ്രഹ്മണ്യൻ നോക്കി റഷസ് എഡിറ്റിംഗ് മൂവികളിട്ട് കണ്ടപ്പോൾ മതി, ഇത് തന്നെ തന്റെ നടൻ. അങ്ങനെ ആയിരക്കണക്കിന് അപേക്ഷകളെ സത്യനെ തിരഞ്ഞെടുക്കുകയും അങ്ങനെ ആത്മസഖയിലൂടെ സത്യൻ മലയാള സിനിമയുടെ ഒരു നടനായിട്ട് മാറി. പക്ഷെ ആത്മസഖി അങ്ങനെ വലിയ വിജയമായിരുന്നില്ല, ഒരു സാധാരണ. പക്ഷെ അതിനുശേഷം പിന്നീട് അദ്ദേഹത്തിന് ലോകനീതി, പിന്നെ തിരമാല, PRS പിള്ള എന്നൊരാൾ തിരമാല എടുത്ത് ലോകനീതി, അങ്ങനെ കുറെ സിനിമകളൊക്കെ അഭിനയിച്ചെങ്കിലും നല്ല തിരക്കഥാകൃത്തുകൾ മലയാളത്തിൽ വരുന്നില്ല. അത് അദ്ദേഹം എപ്പോഴും പറയാം, നമ്മൾ അഭിനയിച്ചിട്ടൊരു കഥയില്ല, നല്ല കഥാപാത്രം കിട്ടുവാണെങ്കിൽ മാത്രമേ നമുക്ക് പ്രശോഭിക്കാൻ പറ്റത്തുള്ളൂ. അങ്ങനെ നല്ല തിരക്കഥാകൃത്തുകൾ വന്നാലും നല്ല, അങ്ങനെ അദ്ദേഹം കിട്ടുന്ന പടങ്ങളൊക്കെ അഭിനയിച്ചു. ഏതായാലും ഇൻസ്പെക്ടർ രാജിവെച്ചിട്ട് കല്യാണം കഴിച്ച് കുടുംബമായില്ല, ചിലവൊക്കെ ഇല്ലേ. അങ്ങനെ അദ്ദേഹം കിട്ടുന്ന സിനിമകളിലൊക്കെ അന്ന് അഭിനയിച്ചു. അദ്ദേഹം തൃപ്തിയില്ല. അങ്ങനെ ഇരിക്കുമ്പോഴാണ് അങ്ങനെ ആ മെറിലാൻഡ് സുബ്രഹ്മണ്യം മുതലാളി 7,001 രൂപയാണ് അദ്ദേഹത്തിന് ആത്മസഖയിൽ കൊടുത്തത്. അദ്ദേഹം വലിയ തുകയാണ്, അദ്ദേഹം സന്തോഷവാനായിരുന്നു. അങ്ങനെ അദ്ദേഹം 5,001 രൂപയൊക്കെ മേടിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് കുറേയധികം ചെറുപ്പക്കാർ, ഭാസ്കരൻ മാസ്റ്റർ, രാമോ കരിയാട്ട്, ഉറൂബ്, ഇങ്ങനെ ഒരു സമാന ചിന്താഗതി കുറെ ചെറുപ്പക്കാർ പറഞ്ഞു, നമുക്ക് ഇന്നത്തെ ഈ തമിഴ് മലയാളം ചുറ്റുപാടുകളിൽ നിന്ന് മലയാള സിനിമയെ മോചിപ്പിച്ച് ഒരു പുതിയ ന്യൂജൻ സിനിമ എന്ന് നമുക്കിപ്പോൾ പറയുന്നത്, അന്നത്തെ ന്യൂജൻ സിനിമ. അവര് അങ്ങനെ ഉറൂബിന്റെ ഒരു കഥ, സാമൂഹ്യ അനീതികളെ മാറ്റിമറിക്കുന്ന ഒരു പുലയിപ്പെണ്ണും ഒരു നായരായിട്ടുള്ള പ്രണയവും തുടർന്നുള്ള കഥകളൊക്കെ അഭിനയിച്ച് സാമൂഹ്യ ഒരു പുനരുദ്ധാരണം പോലെ ആ ആശയം വെച്ചുകൊണ്ട് സിനിമ എടുത്തു. ഉറൂബിന്റെ കഥയ്ക്കാണ് തിരക്കഥ ഭാസ്കരൻ മാസ്റ്ററും രാമു കരിയാട്ടും ചേർന്ന് സംവിധാനം ചെയ്തു. അതിന്റെ ക്യാമറമാനായിട്ട് ഭാസ്കരൻ മാസ്റ്റർ വിൻസെന്റ് എന്നൊരു ക്യാമറമാൻ അദ്ദേഹത്തെ വിളിക്കണമെന്ന് പറഞ്ഞു. കാരണം വിൻസെന്റ് മാസ്റ്റർ ആണ് അപൂർവ സഹോദരങ്ങൾ എന്നൊരു പടം ക്യാമറ ചെയ്തപ്പോൾ ഭാസ്കരൻ മാസ്റ്ററെ ഒരു പാട്ട് എഴുതാൻ വിളിച്ചിരുന്നു. അങ്ങനെ അവർ തമ്മിൽ അടുപ്പമുള്ളതുകൊണ്ടാണ് വിൻസെന്റ് മാസ്റ്റർ ക്യാമറ ചെയ്ത മികച്ചതാ നല്ലൊരു സിനിമ ഉണ്ടാക്കാൻ കഴിയുന്ന ഭാസ്കരൻ മാസ്റ്റർ തോന്നി, അങ്ങനെ വിളിച്ചു. അങ്ങനെ രാമു കരിയാട്ടം ഭാസ്കരൻ മാസ്റ്ററും ചേർന്ന സിനിമയിൽ
പക്ഷേ സത്യൻ എങ്ങനെ വലിയ ആർട്ടിസ്റ്റ് എങ്ങനെ വിളിക്കുമെന്ന് പറഞ്ഞു. അപ്പോൾ അന്നത്തെ ഒരു കൊച്ചിയിലെ വലിയ വ്യവസായമാണ് TK പരീക്കുട്ടി. അദ്ദേഹം അതേ സിനിമയിലേക്ക് ഇറങ്ങുക, ലാഭമാണോ നഷ്ടമാണോ എന്ന് അറിയാൻ പറ്റത്തില്ല. അവിടെ വളരെ ചെലവ് ചുരുക്കി വേണം ചെയ്യണമെന്ന് പറഞ്ഞിട്ടാണ്. പരീക്ഷണ കാലഘട്ടമാണ്. സത്യനെ എങ്ങനെ സമീപിക്കാം? പക്ഷേ സത്യൻ ഉണ്ടെങ്കിൽ റോള് ബാക്കിയെല്ലാം പുതുമുഖങ്ങൾ വെക്കാം. നായികയും നിശ്ചയിച്ചപ്പോൾ സത്യനെ വിളിച്ച് പറയാൻ പേടി ഇവർക്ക്. അങ്ങനെ സത്യന് ഈ കഥ സ്ക്രിപ്റ്റ് വായിക്കാൻ കൊടുത്തു. സ്ക്രിപ്റ്റ് സത്യനും ഇഷ്ടപ്പെട്ടു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഞങ്ങൾക്ക് വലിയ പൈസ ഒന്നും തരാനില്ല, നിങ്ങളിത്ര 7,000 രൂപയാണ് റേറ്റ് ഞങ്ങൾക്ക്. അപ്പോൾ സത്യം പറഞ്ഞു, ആ ശരി, നിങ്ങളുടെ സ്ക്രിപ്റ്റ് അല്ലേ, പക്ഷേ ഞാൻ 7,000 ഒന്നും വേണ്ട. അയ്യോ, ഞങ്ങൾക്ക് 4,000 രൂപ തരാൻ പറ്റത്തുള്ളൂ. 4,000-നൊന്നും ഞാൻ അഭിനയിക്കത്തില്ല. അവരെല്ലാവരും ഞെട്ടി വരച്ച്, ഇതാ ഈ സിനിമ പാളിപ്പോ, സത്യൻ ഇല്ലെങ്കിൽ നടക്കത്തില്ല. അങ്ങനെ എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കിക്കൊണ്ടൊക്കെ ഇരിക്കുക. ഇത് ചെയ്യും. സത്യം പറയുകയാണ്, എനിക്ക് 3,000 രൂപ തരണം. എല്ലാവരും അന്തം വിട്ട് നിന്നുപോയി. അതാണ് ആ മനുഷ്യൻ. അദ്ദേഹം പ്രതീക്ഷിച്ചൊരു നല്ല തിരക്കഥ കൈ കിട്ടിയപ്പോൾ അദ്ദേഹം പ്രതിഫലം ഒന്നും നോക്കിയില്ല. ആ അർപ്പണം പോലെ കലാകാരൻ അവിടെ, ആ മനസ്സ്. നീലക്കുയിലെ ശ്രീധരൻ നായർ, മലയാള സിനിമാവിൽ ഇന്നും മറക്കാനാവാത്ത ഒരു കഥാപാത്രം സത്യൻ. നീലക്കുയിലോടുകൂടി സത്യൻ പിന്നെ മലയാള സിനിമയിലെ ഒരു അനിഷേധ്യ നടനായിട്ട് മാറുകയാണ്. മാനെന്നും വിളിക്കില്ല, മാനെന്നും വിളിക്കില്ല, മയിലെന്നും വിളിക്കില്ല, മാടത്തിൻ മണ്ണി വിളക്കേ നിന്നെ ഞാൻ. ആരാത്? എന്നിട്ട് ചിലകത്ത് കഴിഞ്ഞോ? നീ ആ കാറ്റത്ത് വെക്കേണ്ട അകത്ത് വെക്കൂ. ഞാനിന്ന് തൊട്ടപ്പോ നിലക്കരിമ്പിന്റേതുണ്ടാണ് കണ്ടതയ്യ. എന്തായി പറയുന്നു? കേൾക്കൂ, ഞാനൊരു വഴി പറയാം. നിന്നെ ആരെങ്കിലും കല്യാണം കഴിച്ചാ പോരെ? നിനക്കും ഉണ്ടോടാ മോനെ മനോദുഃഖം? സ്നേഹം കൊണ്ടുള്ള വേദനയോ ദ്വേഷം കൊണ്ടുള്ള വേദനയോ? പിന്നീട് അങ്ങോട്ട് അദ്ദേഹം നല്ല തിരക്കഥാകൃത്തുക്കളെ പലരെയും കണ്ടുപിടിച്ച് അദ്ദേഹത്തിന്റെ കഥകളൊക്കെ എടുക്കുക. അദ്ദേഹം പറയും, ഇന്ന സ്ഥലത്ത് ഇന്ന കഥ നല്ലോണം വായനാശീലമുള്ള മനുഷ്യനാണ്. പല തിരക്കഥാകൃത്തുകളെയും പല സംവിധായകരോടും പറയുക. അങ്ങനെ അദ്ദേഹത്തിന്റെ നേതൃത്വത്തിലാണ് പല മികച്ച ചിത്രങ്ങളും പിന്നീട് പുറത്തു വന്നത്. നമുക്ക് താഴമ്പൂമണമുള്ള തണുപ്പുള്ള രാത്രിയിൽ തനിച്ചിരുന്നുറങ്ങുന്ന ചെറുപ്പക്കാരി, പൂമുഖക്കിളിവാതിൽ അടയ്ക്കുകില്ല.